സാമ്പത്തിക രംഗം ഭദ്രമാണെന്ന LDF സർക്കാരിന്റെ അവകാശവാദങ്ങൾക്കുള്ള ഒരു രാഷ്ട്രീയ മറുപടി കൂടിയായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ച ധവളപത്രം. കടുത്ത നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാകൂ എന്ന ധവളപത്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നികുതി വർദ്ധിപ്പിക്കുന്നതിനപ്പുറം ഭരണ സംവിധാനം തന്നെ ഉടച്ചു വാർക്കണമെന്നാണ് ധവളപത്രം ശുപാർശ ചെയ്യുന്നത്. വരാനിരിക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളെയൊക്കെ ചൂടുപിടിപ്പിക്കുന്നതാവും ധവളപത്രത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എന്നതാണ്. PR സുനിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുനിൽ, അതാണ് പ്രധാനപ്പെട്ട പല ശുപാർശകളുണ്ട്, അതൊക്കെ നടപ്പാക്കുമോ UDF സർക്കാർ എന്നറിയണം. ബജറ്റിൽ ഒരു പക്ഷേ അതിൽ തീരുമാനങ്ങൾ ഉണ്ടായേക്കും. എന്തു തന്നെയായാലും രാഷ്ട്രീയമായ ഒരു തീരുമാനം LDF UDF സർക്കാരുകളുടെ ഫൈറ്റ് എന്നതിനപ്പുറമുള്ള ഒരു സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ സ്ഥിതി എന്താ എന്ന ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നവർ പോലും ഇതെങ്ങനെ മറികടക്കുന്നു, അതിന് നയപരമായ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല കേന്ദ്രത്തിന്റെ അകമൊഴിഞ്ഞ സഹായം പ്രതീക്ഷിക്കുന്നുവെന്ന് നേരത്തെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും കേന്ദ്രം ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്ന LDF സർക്കാരിന്റെ നിലപാട് അത് UDF സർക്കാർ ആ രീതിയിൽ പറയുന്നില്ലെങ്കിൽ പോലും ഉണ്ട്. കേന്ദ്രത്തിന്റെ സഹായം കൂടി വേണ്ടിവരും. അപ്പോൾ അക്കാര്യങ്ങളിലേക്ക് ഒരു നിലപാട്, രാഷ്ട്രീയം, അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലും വലിയ ചർച്ചയാകുമല്ലേ PR സുനിൽ? വിനീത, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ തുടരും. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന് ശേഷം LDF സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങളെ അതിജീവിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമൊക്കെ തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ LDF സർക്കാരിന് സാധിച്ചു, പിണറായി സർക്കാരിന് സാധിച്ചു എന്നാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ തന്നെ വാദിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിച്ചത് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ ഇടപെടലുകളാണ്. കിഫ്ബി വഴി നടത്തിയിട്ടുള്ള വലിയ വികസന പദ്ധതികളാണ്. ഇതെല്ലാം പൊളിച്ചെഴുതുന്നതായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ വെച്ച ധവളപത്രം എന്ന് പറയുന്നത്. കിഫ്ബി എന്ന് പറയുന്ന നേരത്തെ പല റിപ്പോർട്ടുകളിലും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന് വലിയ കടബാധ്യതയുണ്ടാക്കിയ ഒരു സംവിധാനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. അത് സർക്കാർ നിയന്ത്രണത്തിലല്ല, ഒരു സ്വതന്ത്ര സംവിധാനമായി നിലനിൽക്കുകയും അതിന്റെ ബാധ്യത മുഴുവൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സംവിധാനമായി കിഫ്ബി മാറി. ഇതടക്കമുള്ള കഴിഞ്ഞ LDF സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിലൊക്കെ തന്നെ വലിയ പോരായ്മകൾ ഉണ്ടായി. അത് സംസ്ഥാനത്തെ പിന്നോട്ടടിച്ചു എന്നുള്ള വലിയ രാഷ്ട്രീയ വിമർശനം കൂടിയാണ് ഇന്ന് VD സതീശൻ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് VD സതീശൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് ഇത് ധവളപത്രമല്ല, പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ഒരു കണ്ണാടിയാണ് എന്ന് VD സതീശൻ ചൂണ്ടിക്കാണിച്ചത്. ആ അർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ വിമർശനവും വലിയ രാഷ്ട്രീയ ആക്രമണവും തന്നെയാണ് പ്രതിപക്ഷത്തിന് നേരെ തൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇത് സർക്കാരിന്റെ ഒരു തുടക്കമാകുമ്പോൾ ആ തുടക്കം എവിടെ നിന്ന്, അതെങ്ങനെയാണ് എന്നത് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയാണ് VD സതീശൻ ഈ ധവളപത്രം പുറത്തിറക്കിയിരിക്കുന്നത്. അതേസമയം ഇന്ന് KN ബാലഗോപാൽ അടക്കം, മുൻ ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലൊക്കെ ചൂണ്ടിക്കാണിച്ചത് VD സതീശൻ പറയുന്നത് വസ്തുതാവിരുദ്ധമായ നടപടിയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം VD സതീശൻ ഉയർത്തിയിട്ടില്ല. പല പദ്ധതികളിലും കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്ത സാഹചര്യം, SSK ഫണ്ട് പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന വിരുദ്ധ നിലപാടുകൾ, ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, GST നടപ്പാക്കിയപ്പോൾ കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന നികുതി വിഹിതത്തിൽ ഏതാണ്ട് 9% കുറവ് വന്നു, അത് ചൂണ്ടിക്കാണിച്ചില്ല. ഇതടക്കമുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് VD സതീശൻ സർക്കാർ പുറകോട്ട് പോയെന്ന രാഷ്ട്രീയ ആക്രമണം തിരിച്ചും പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട്. ഏതായാലും സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട് ഇതൊരു ബജറ്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വരും ദിവസങ്ങളിൽ വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ശരി, PR സുനിലാണ് വിശദമായ വിലയിരുത്തൽ നൽകിയത്. ഏതായാലും കേന്ദ്രത്തോടുള്ള സമീപനം, ഒപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കങ്ങൾ, അതൊക്കെ തന്നെയും വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുറുക്കി ഉടുക്കണം എന്ന് തന്നെയാണ് ധവളപത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ബജറ്റിൽ വരുന്ന നിർദ്ദേശങ്ങൾ കൂടിയേറെ പ്രധാനമാകും.